നമസ്കാരം, സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. PSCയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും നമുക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പമുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുപോലെ ബിഗിനേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ്, ഏകദേശം ഇപ്പോൾ 100 വീഡിയോസോളം ആകാൻ പോകുന്നു. ഇത്രയും വീഡിയോസിൽ നമ്മൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 1998 ഇന്ത്യക്കാരനായ അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് 1998. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം? കാൽഷ്യം ഫോസ്ഫേറ്റ്. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി വിജാഗിരി സന്ധി. വിജാഗിരി സന്ധിയാണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം? ട്രക്കിയ. ട്രക്കിയ ആണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം. ജീവികളും ശാസ്ത്രനാമവും തന്നിട്ടുണ്ട്. ശരിയായ ജോഡികൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ ബി ആണ് ശരിയായ ജോഡി, അതായത് 1ഉം 3ഉം. പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നാണ് പൂച്ചയുടെ ശാസ്ത്രീയ നാമം. കാക്കയുടെ ശാസ്ത്രീയ നാമം കോർവസ് സ്പ്ലെൻഡൻസ്. കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ് കാക്കയുടെ ശാസ്ത്രീയ നാമം. ജീവികളും ശാസ്ത്രീയ നാമവും നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലോ നമ്മുടെ യൂട്യൂബ് വീഡിയോയിലോ നമ്മൾ ഉടനെ തന്നെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ജീവികളും അവയുടെ ഹൃദയ അറകളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതിൽ സി ആണ് ശരിയായ ജോഡി. നമുക്ക് നോക്കാം ജീവികളും അവയുടെ ഹൃദയ അറകളും. പാറ്റയ്ക്ക് 13 ഹൃദയ അറകളാണുള്ളത്. പാറ്റയ്ക്ക് 13 ഹൃദയ അറകളുണ്ട്. പല്ലിക്ക് 3 ഹൃദയ അറകളുണ്ട്. പല്ലിക്ക് 3 ഹൃദയ അറകളുണ്ട്. പക്ഷികൾക്ക് 4 ഹൃദയ അറകളുണ്ട്. പക്ഷികൾക്കും മനുഷ്യരെ പോലെ തന്നെ 4 ഹൃദയ അറകളാണ് ഉള്ളത്. മത്സ്യത്തിന് 2 ഹൃദയ അറകളുണ്ട്. മത്സ്യത്തിന് 2 ഹൃദയ അറകളുണ്ട്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക 2023 പരിസ്ഥിതി ദിനത്തിന്റെ തീമായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. സങ്കര ഇനം തക്കാളി അല്ലാത്തതേത്? ഹരിത. തന്നിരിക്കുന്നതിൽ ഹരിത സങ്കര ഇനം തക്കാളി അല്ല. സങ്കര ഇനം തക്കാളികൾ ഏതൊക്കെയാണ്? മുക്തി, അക്ഷയ, അനഘ. മുക്തി, അക്ഷയ, അനഘ എന്നിവ സങ്കര ഇനം തക്കാളികളാണ്. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്, SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ന്യൂട്ടൺ ആണ് ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര? 4 ഡയോപ്റ്റർ. 4 ഡയോപ്റ്റർ ആയിരിക്കും 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ. അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കുതിരശക്തി 1 HP എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഒരു കുതിരശക്തി 1 ഹോഴ്സ് പവർ എന്നത് 746 വാട്ട് ആകുന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. നിലവിലെ ISROയുടെ ചെയർമാൻ ആരാണ്? നിലവിലെ ISROയുടെ ചെയർമാൻ എസ് സോമനാഥ്. എസ് സോമനാഥ് ആണ് നിലവിലെ ISROയുടെ ചെയർമാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്?
പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്? അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ മാത്രമാണ് ശരി. ക്ഷയവും ചിക്കൻ പോക്സും. ക്ഷയവും ചിക്കൻ പോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. കോളറ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. ചിക്കൻ ഗുനിയയും കൊതുക് പരത്തുന്ന രോഗമാണ്. മന്ത് ചില കീടങ്ങൾ മുഖേനയൊക്കെ ഉണ്ടാകുന്ന രോഗമാണ്. സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ. വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? 2014 നവംബർ 9. 2014 നവംബർ 9-നാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. ഗ്ലോക്കോമ കണ്ണിനെയാണ് ബാധിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28-നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ എലിപ്പനിയാണ് വൈറസ് രോഗം അല്ലാത്തത്. എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി ഇവയെല്ലാം വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? മലേറിയ. ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് മലേറിയയാണ്. ജീവിതശൈലി രോഗങ്ങളാണ് അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ എന്നിവ. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്? സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്ന പദ്ധതി എന്തിനാണ്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയാണ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. നെഫ്രറ്റിസ്. നെഫ്രറ്റിസ് ആണ് തന്നിരിക്കുന്നതിൽ ശ്വാസകോശ രോഗമല്ലാത്തത്. ആസ്മ, എംഫീസീമ, ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശ രോഗങ്ങളാണ്. ആസ്മ, എംഫീസീമ, ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശ രോഗങ്ങളാണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? മാതൃജ്യോതി. മാതൃജ്യോതി പദ്ധതി എന്താണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്കാണ്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 2ഉം 4ഉമാണ് ശരി. ബാക്ടീരിയ മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ക്ഷയം. നിപ്പ വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗമാണ്. ബാക്ടീരിയ മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ക്ഷയം. വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് നിപ്പ. അപ്പം നമ്മൾ ഏകദേശം 30 ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ 30 ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നത് മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് നാളെ വരാം. താങ്ക് യു.